ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡറാണ് വണ്ടി നമുക്ക് നിലവിൽ ഓയിൽ കത്തണ ഒരു കംപ്ലയിൻറ്റ്, ഓയിൽ ലെവൽ കത്തിപ്പോണു, പുക കാണിക്കുന്നുണ്ട്. അതാണ് മെയിൻ കംപ്ലയിൻറ്റ്. അപ്പോൾ സിലിണ്ടർ കിറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ അഴിച്ചാണ് കേട്ടോ. നിലവിൽ സിലിണ്ടറിൻ്റെ കണ്ടീഷൻ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് സിലിണ്ടർ തന്നെ കിടക്കണം ഇതിനകത്ത്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ടൈമിംഗ് ചെയിനൊക്കെ ഉണ്ടല്ലോ, ടൈമിംഗ് ചെയിനൊക്കെ ചെറിയ ലൂസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ടച്ച് ആയേക്കണായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് പെട്ടെന്ന് വലിഞ്ഞേക്കണായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിലവിൽ തൽക്കാലം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കളാം. നമുക്ക് ആ പുഷ് റോഡിൻ്റെ സ്പ്രിങ് ഒന്ന് ടെൻഷൻ ആക്കി കഴിഞ്ഞാൽ തൽക്കാലം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സിലിണ്ടർ പിസ്റ്റൻ്റെയാണ് കംപ്ലയിൻറ്റ്. ഈ പറഞ്ഞ രീതിയുടെ പുകയുടെ പ്രശ്നം വരുന്നതിൻ്റെ മെയിൻ കാരണം. പക്ഷേ നമുക്ക് അതിൻ്റെ ഇവിടെ വരുന്ന ഈ കണക്ട് റോഡ് ഉണ്ടല്ലോ, കണക്ട് റോഡുമേയും ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്കതുമേക്ക് പുതിയ സിലിണ്ടർ പിസ്റ്റൺ എടുത്ത് ഇടുന്നതിൽ വലിയ കഥയില്ല. കാരണം എന്ന് വെച്ചാൽ എത്ര ഷെയ്ക്ക് ഇതുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമേക്ക് പുതിയ സിലിണ്ടർ കിറ്റ് ഇട്ടാലും ഈ പറഞ്ഞ രീതിയുടെ സിലിണ്ടർ ബോർ ചെയ്തിട്ടാലും അതിൻ്റെ ശരിക്കും ഈ ഒരു കണക്ടറോടെ എപ്പോഴും കംപ്ലയിൻറ്റ് വന്നാൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണ ഐറ്റം കംപ്ലയിൻറ്റിലേക്ക് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമേയാണ് നമ്മൾ പിസ്റ്റൺ കണക്ട് ചെയ്തിട്ട് സിലിണ്ടർ നമ്മൾ ബിൽഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരാൻ. അപ്പോൾ നിലവിൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഷാഫ്റ്റിന് പ്ലേ കൂടുതൽ കാണിക്കുകയോ ആ പ്ലേ പിന്നീട് കംപ്ലയിൻ്റ് ആവുകയോ ആ കണക്ടറോട് പിന്നീട് കംപ്ലയിൻ്റ് ആവുകയോ ചെയ്താൽ അതുമ്പോൾ കണക്ട് ചെയ്യുന്ന പിസ്റ്റണും ഷിവറിങ് കാണിക്കും. അത് സിലിണ്ടറിൻ്റെ ബോറൊക്കെ കംപ്ലയിൻറ്റ് വരുത്താനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നു അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കത് എനിക്ക് മുമ്പ് ബോർ ചെയ്തേക്കണായിട്ട് കാണുന്നില്ല. ഇത് സ്റ്റാൻഡേർഡ് പിസ്റ്റണാണത് കിടക്കണേ. അപ്പോൾ നമുക്ക് ഇത് സിലിണ്ടർ കൊടുത്തിട്ട് വേണമെങ്കിൽ ബോർ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഈ വാൽവും നമുക്കൊന്ന് ലേത്തി കൊടുത്ത് സീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടറും ഹെഡും വേണമെങ്കിൽ നമുക്ക് വാൽവിൽ കൊടുത്ത് ലേത്തി കൊടുത്ത് ക്ലിയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കണക്ടർ റോഡിന് ഈ ഒരു കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ സജഷൻ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. ഇനി അതല്ല സിലിണ്ടർ പുതിയത് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഏകദേശം എനിക്ക് തോന്നുന്നു സിലിണ്ടറിനേക്കാൾ ഒരു 700-800 വ്യത്യാസമാണ് വരുള്ളൂ ബോർ ചെയ്യുമ്പോഴും മാറ്റുമ്പോഴും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള റിസ്ക് ഇതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കേസ്. കണക്ട് റോഡിന് അത്രയും പ്ലേ ഉള്ളത് കാരണം കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് വണ്ടിക്ക് എൻജിൻ എവിടെ വണ്ടി വെച്ചാലും എവിടെ നോക്കിയാലും ലീക്കാണ്. വണ്ടി കൊണ്ടുവന്ന് വെക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഓയിൽ ചാടുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡും കൂടി ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിൽ നിന്നൊരു ഓയിൽ വരുന്നുണ്ട്, ഇവിടുത്തെ ബോൾട്ട് ലീക്കായിട്ട്. അത് കൂടാതെ കൊണ്ട് ഈ സ്പോക്കറ്റിൻ്റെ ഓയിൽസിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അത് കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടാം. ഈ സൈഡിലുള്ള പ്ലഗ് റബ്ബറും കൂടി നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്കിൻ്റെ കേസ് ഈ ഭാഗത്തു നിന്നുള്ള ഓയിൽ ലീക്കിൻ്റെ കേസ് റെഡി ആയിക്കോളും. സ്റ്റാർട്ടർ പ്ലേൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ നിലവിൽ വേണമെങ്കിൽ നമുക്ക് ഇത് റെഡിയാക്കിയാൽ റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ക്യാം ചെയിൻ്റെ കേസ് പറഞ്ഞാൽ ക്യാം ചെയിന് വലിയ പഴക്കം തോന്നുന്നില്ല. പെട്ടെന്ന് പുഷ് റോഡിൻ്റെ ടെൻഷൻ കുറഞ്ഞായിരിക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കാർബറേറ്ററൊക്കെ എനിക്ക് തോന്നുന്നു ക്ലീൻ ചെയ്തതായിട്ടാണ് കാണുന്നത്, പുതിയതായിട്ടാണ് കാണുന്നത്. എഞ്ചിൻ ഓയിലൊക്കെ പുതിയ എഞ്ചിൻ ഓയിൽ കിടക്കുന്നതിനകത്ത്. പിന്നെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക്, അതായത് കിക്കർ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് പിടിക്കണില്ല, സ്ലിപ്പായി പോകുന്നുണ്ട്. അത് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് നമ്മൾ സിലിണ്ടർ ഹെഡിൻ്റെ കേസ് റെഡി ആക്കിയാലും ആ കംപ്ലയിൻറ്റ് മാറാൻ പോകുന്നില്ല. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ച് ക്ലച്ച് ഡിസ്ക് മാറ്റേണ്ടതായിട്ട് വരും. എന്നാലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ എൻ്റെ ഈ സിലിണ്ടർ പിസ്റ്റണൊക്കെ സിലിണ്ടർ ബോർ ചെയ്ത് ഹെഡിൻ്റെ കേസൊക്കെ റീസെറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര വരുമെന്നൊരു എസ്റ്റിമേറ്റ് ആക്കി തരാം. നോക്കിയിട്ടൊന്ന് പറയാം. ഇനി അതല്ല നമ്മൾ സിലിണ്ടറും ബാക്കിയത്തെ ഇപ്പോൾ കണക്ടറോട് അടക്കം എന്തെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ട് അത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. സിലിണ്ടർ പുതിയ സിലിണ്ടറാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൂടിയും പറയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുതിയ സിലിണ്ടറും നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് നമ്മൾ ഏകദേശം ഒരു 800 വ്യത്യാസമാണ് വരുള്ളൂ പുതിയ സിലിണ്ടറിലേക്ക് കിട്ടാം. ഞാനിപ്പോൾ പുതിയ സിലിണ്ടർ ആണെന്ന സജഷൻ പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇതുമ്പോൾ കിടക്കുന്നത് സ്റ്റാൻഡേർഡ് പിസ്റ്റണാണ്. എനിക്ക് മുമ്പ് ബോർ ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ബോറിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് 1 ഇയർ വാറണ്ടിയിൽ ലെയ്ത്ത് വാറണ്ടിയിൽ നമുക്ക് ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റും കൊണ്ടാണ് ആ പിസ്റ്റൺ വീണ്ടും പിസ്റ്റൺ സിലിണ്ടർ കംപ്ലയിൻറ്റ് വന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാറണ്ടി കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ കണക്ടറോട്ട് ചെറിയൊരു പ്ലേ നിലവിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വാറണ്ടി കിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് ബോർ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഫാൾട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഇനി അതല്ല കുറച്ച് ഓടി കഴിയുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെയ്ത്തിലെ വാറണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതടക്കമുള്ള എസ്റ്റിമേറ്റ് ഇടാം. ഇപ്പം നിലവിൽ ഞാൻ ബോർ ചെയ്ത് കയറ്റുമ്പോൾ ഇപ്പം നിലവിൽ നമ്മുടെ ഈ പുകയുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തിടാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഇനി അതല്ല മറ്റേപാടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സിലിണ്ടറൊക്കെ മാറ്റിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് റിപ്പീറ്റ് ഞാൻ വീണ്ടും ഓർമ്മ ഇട്ട് തരാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കിക്കർ താന്നു പോകുന്ന കംപ്ലയിൻറ്റ് ക്ലച്ച് ഡിസ്കിൻ്റെയാണ്. അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് കൂടി ഒന്ന് പറയണം. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ അഡീഷണൽ പറയാം കേട്ടോ. ഇപ്പം നിലവിൽ നമ്മുടെ ഈ ഒരു കംപ്ലയിൻറ്റിൻ്റെ എസ്റ്റിമേറ്റാണ് ഞാൻ ഇടുന്നത്. അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം.